കുടംപുളി ഇട്ട് മീൻ വയ്ക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇതിനായി ഇവിടെ 1/4 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉരുണ്ട വറ്റയെന്ന് പറയും. തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു മൺചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കടുക് പൊട്ടണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതും ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇടാനുള്ള മസാല എടുക്കാം. അതിനായി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഓരോ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ഇത് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഈ എണ്ണയിലേക്കിട്ട് നന്നായി വഴറ്റാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം വെള്ളം കൂടി ചേർത്ത് ഇതിനെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ മുളകിൻ്റെ ആ ഒരു എരിവൊക്കെ അങ്ങ് മാറും, പുകച്ചിലങ്ങ് മാറും. മുളക് ഇവിടെ നന്നായി ഇതുപോലെ വഴന്നതിന് ശേഷം കുടംപുളി ഒരു 4-5 5-6 അല്ലി ഉണ്ട്. ഇതിൽ ചെറുതായി മുറിച്ചിട്ടിരിക്കുകയാണ്. കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇതിനകത്തേക്കിടാം. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് പിന്നീട് കുറച്ച് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് തിളയ്ക്കാൻ വയ്ക്കാം. ഇത് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉപ്പും പുളിയും ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. പുളി കൂടുതലാണെങ്കിൽ നമുക്ക് 2 അല്ലി പുളി മാറ്റി വെക്കാവുന്നതാണ്. മുറിച്ചു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി വയ്ക്കാം. വെള്ളം അതിൽ മുങ്ങി നിൽക്കുന്ന പോലെയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇത് അടച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മീഡിയം ഫ്ലെയിമിലിടാം. അതിനുശേഷം തുറന്നു നോക്കുമ്പോൾ ഒന്നുകൂടി ഇത് ഇളക്കിയെടുക്കണം. വെള്ളമെല്ലാം ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ തിളപ്പിച്ചാൽ മതി. എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ കറി റെഡി ആയിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.